പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2 പതിറ്റാണ്ട് ഒരു വലിയ കാലയളവാണ്. വർഷം കഴിയുന്തോറും ജീവിതത്തിൽ പലതും നമ്മൾ മറന്നുപോകും. 20 വർഷം കഴിഞ്ഞിട്ടും ചില മുഖങ്ങളും പേരുകളും മനസ്സിൽ മറക്കാതെ നിൽപ്പുണ്ടെങ്കിൽ അതൊരു അതിശയമാണ്. ഉദയനാണ് താരം എന്ന സിനിമയും അതിലെ കഥാപാത്രങ്ങളും മലയാളിയുടെ മുന്നിലെത്തിയത് 2005 ജനുവരി 21-നാണ്. 20 വർഷം തികയ്ക്കുന്ന സിനിമയ്ക്ക് ഇന്നും പഴമ ബാധിച്ചിട്ടില്ല. നരസിംഹത്തിന് ശേഷം മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് കിട്ടിയ സിനിമയാണ് ഉദയനാണ് താരം. റോഷൻ ആൻഡ്രൂസിൻ്റെ ആദ്യ സിനിമയാണിത്. തിരക്കഥ ശ്രീനിവാസൻ. 2.5 കോടിയിൽ താഴെയായിരുന്നു ചിലവ്. പക്ഷേ സിനിമയുടെ വമ്പൻ വിജയം 6.5 കോടിയിലേറെ സമ്പാദിച്ചു. സ്വതന്ത്ര സംവിധായകനാകാൻ ശ്രമിക്കുന്ന ഉദയഭാനു എന്ന നായകനായി മോഹൻലാൽ ജീവിച്ചു. പക്ഷേ നായകനേക്കാൾ തലപ്പൊക്കമുണ്ടായിരുന്നു ശ്രീനിവാസൻ്റെ റോളിന്. രാജപ്പൻ തേങ്ങാമൂട് എന്ന ജൂനിയർ ആർട്ടിസ്റ്റായും സൂപ്പർ സ്റ്റാർ സരോജ് കുമാറായും ശ്രീനിവാസൻ തകർത്താടി. മധുമതി എന്ന നായികയായി മീന തന്മയത്വത്തോടെ അഭിനയിച്ചു. പച്ചാളം ബാസിയായി ജഗതി ശ്രീകുമാർ തിയേറ്ററിൽ ചിരിപ്പൂരം തീർത്തു. കൊച്ചിൻ ഹനീഫ, മുകേഷ്, സലീം കുമാർ, ജനാർദ്ദനൻ അങ്ങനെ ശ്രദ്ധേയമായ താരനിരയുമുണ്ടായിരുന്നു. മലയാളത്തിലെ നമ്പർ 1 താരത്തെ തന്നെ നായകനാക്കി താരപദവിയെ സിനിമ ചോദ്യം ചെയ്തു. മലയാള സിനിമയുടെ നിലവാരം തകർക്കുന്ന താരവാഴ്ചയെ അങ്ങേയറ്റം പരിഹസിച്ചു. സൂപ്പർ സ്റ്റാർ സരോജ് കുമാറായി മാറുന്ന രാജപ്പൻ്റെ ധാരാളിത്തവും അല്പത്തവും അതിന് വളമിടുന്ന പച്ചാളത്തെപ്പോലെയുള്ള ആശ്രിതരെയും സിനിമ അപഹസിച്ചു. പ്രതിഭയുണ്ടായിട്ടും താരത്തിൻ്റെ പൊങ്ങച്ചത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകുന്നില്ല മോഹൻലാലിൻ്റെ നായകന്. സിനിമ എന്ന കലയെ തകർക്കുന്ന ഇത്തരം ബിംബങ്ങളോടുള്ള സമൂഹത്തിൻ്റെ അന്ധമായ ആരാധനയെയും ചിത്രം കളിയാക്കുന്നുണ്ട്. 20 വർഷം തികയ്ക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷം റിലീസിനൊരുങ്ങുകയാണ് നിർമ്മാതാക്കൾ. 4K ഫോർമാറ്റിലായിരിക്കും റിലീസ്. സരോജ് കുമാർ എന്ന കഥാപാത്രത്തെ മുൻനിർത്തി പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്നൊരു സിനിമ 2012-ൽ പുറത്തു വന്നിരുന്നു. എന്നാൽ ഉദയനാണ് താരത്തിൻ്റെ വിജയം ഈ ചിത്രത്തിന് ആവർത്തിക്കാനായില്ല.